ഒരു മതിൽ. അതിൻ്റെ ഒരു വശത്ത് സർവ്വസന്നാഹങ്ങളുമായി അമേരിക്കൻ കവചിത വാഹനങ്ങളും ടാങ്കുകളും, മറുവശത്ത് എന്തിനും തയ്യാർ എന്ന പ്രഖ്യാപനവുമായി സോവിയറ്റ് സേനയും അതിൻ്റെ ടാങ്കുകളും. ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ ഇത്രയും നേരിയ അകലത്തിൽ ആക്രമണ സന്നദ്ധരായി നിലയുറപ്പിച്ച രംഗം അതിനു മുൻപോ ശേഷമോ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മുനമ്പിലാണ് തങ്ങളെന്ന് ലോക ജനത ഒന്നടങ്കം ഭയപ്പെട്ട നിമിഷങ്ങൾ. ഒരു വെടിയൊച്ച ഉയരല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് തുടർന്നുള്ള 16 മണിക്കൂറുകൾ ലോകം കാത്തിരുന്നത്. 1961 ഒക്ടോബർ 27 വൈകുന്നേരം മുതൽ പിറ്റേ പുലരി വരെയുള്ള മണിക്കൂറുകളിൽ നിരവധി ചർച്ചകളും മധ്യസ്ഥ ശ്രമങ്ങളും ലോക നേതാക്കൾക്കിടയിൽ നടത്തപ്പെട്ടു. ഒടുവിൽ ഉന്നതതല അമേരിക്കൻ സോവിയറ്റ് നേതാക്കൾ ഫോണിൽ നേരിട്ട് സംസാരിച്ചതോടെയാണ് ചെക്ക് പോയിന്റ് ചാർലി സ്റ്റാൻഡ് ഓഫ് എന്ന സംഘർഷം ഒഴിഞ്ഞുപോയത്. അന്ന് ഏതു മതിലിന്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണോ അമേരിക്കയും റഷ്യയും ആയുധങ്ങളുമേന്തി നിലനിന്നത്, ആ മതിലിനെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ സാധാരണ ജനതയുടെ ജീവിതത്തെ എങ്ങനെയാണ് കീഴ്മേൽ മറിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോൾ, ശീതയുദ്ധത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ആധുനിക ലോകത്തിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അന്വേഷിച്ചിറങ്ങുമ്പോൾ ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട ചരിത്ര സംഭവമാണ് ബെർലിൻ മതിലിന്റെ നിർമ്മിതിയും അതിന്റെ തകർച്ചയും. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന പ്രതീക്ഷയും പ്രഖ്യാപനങ്ങളും ലോകമെങ്ങും അലയടിച്ചുവെങ്കിലും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകം രണ്ടായി പിരിയുന്നതും ശീതയുദ്ധം ആരംഭിക്കുന്നതുമായ കാഴ്ചയാണ് പിന്നീട് കാണാനായത്. ഈ ബലാബലങ്ങൾക്കിടയിൽ ഏറ്റവും പരിക്ക് പറ്റിയ നഗരമാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ തങ്ങളുടെ വരുതിയിൽ നിർത്തുക എന്ന ഉദ്ദേശത്തോടെ ജർമ്മനിയെ രണ്ടായി വിഭജിക്കാനാണ് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നീ സഖ്യശക്തികൾ തീരുമാനിച്ചത്. ഇത് പിന്നീട് കിഴക്കെന്നും പടിഞ്ഞാറെന്നും പേരുകളുള്ള ജർമ്മനികളുടെ പിറവിക്ക് കാരണമായി. ഈസ്റ്റേൺ ജർമ്മനിയിൽ സോവിയറ്റ് റഷ്യയുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിൽ വരികയും ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് GDR എന്ന് അറിയപ്പെടുകയും ചെയ്തു. അതേസമയം വെസ്റ്റേൺ ജർമ്മനിയിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി FRG എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ തലസ്ഥാനമായ ബെർലിൻ പൂർണ്ണമായും ഈസ്റ്റ് ജർമ്മനിയിലായതിനാൽ അതിന്റെ വിഭജനം കുറെ കൂടി സങ്കീർണമായി. കിഴക്കുള്ള ബെർലിനെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും പറഞ്ഞ് വീണ്ടും വിഭജിച്ചു. കിഴക്കൻ ജർമ്മനിയിലെ നിർദ്ദിഷ്ട പാതകളിലൂടെ പടിഞ്ഞാറൻ ബെർലിനിലേക്കുള്ള സഞ്ചാരം നിജപ്പെടുത്തുകയും ചെയ്തു. അവശ്യ സാധനങ്ങളുടെ സപ്ലൈയും ഈ റോഡുകളുടെ മാത്രം ആയിരുന്നു. 1948 ജൂണിൽ ബെർലിൻ സമ്പൂർണമായും തങ്ങൾക്ക് വേണമെന്ന ഉദ്ദേശത്തോടെ പടിഞ്ഞാറൻ ബെർലിനിലേക്കുള്ള പാതകൾ റഷ്യ അടച്ചുപൂട്ടി. അതോടെ ശീതയുദ്ധത്തിലെ ഏറ്റവും ഉദ്വേഗജനകമായ ഒരു അധ്യായത്തിന് തുടക്കമായി. ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ്. കരമാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ റദ്ദാക്കിയതിനു പകരമായി വ്യോമമാർഗം വഴി വെസ്റ്റ് ജർമ്മനിയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ അമേരിക്ക പദ്ധതിയിട്ടു. 2.5 ദശലക്ഷം ജനങ്ങളാണ് വെസ്റ്റ് ബെർലിനിൽ താമസിച്ചിരുന്നത്. അവർക്കാവശ്യമായ ഭക്ഷണവും ഇന്ധനവും അടക്കം 4500 ടൺ സപ്ലൈയാണ് ഓരോ ദിവസവും എയർലിഫ്റ്റ് വഴി എത്തിച്ചത്. ഇതിനുവേണ്ടി മിനിറ്റിൽ ഒരു കാർഗോ ഫ്ലൈറ്റ് എന്ന കണക്കിൽ പോലും വിമാനങ്ങൾ അന്ന് ബെർലിനിൽ പറന്നിറങ്ങി. 1949 മെയ് വരെയുള്ള 324 ദിവസങ്ങൾ നടത്തിയ ഈ എയർലിഫ്റ്റ് ബെർലിൻ ബ്ലോക്കേഡ് എന്ന സോവിയറ്റ് തന്ത്രത്തെ പരാജയപ്പെടുത്തി. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി 1955
റഷ്യയും കൂട്ടാളികളും ചേർന്ന് വോഴ്സോ സഖ്യം ഉണ്ടാക്കിയതോടെ അമേരിക്ക, റഷ്യ എന്നീ വൻ ശക്തികൾക്കിടയിലുള്ള ലോകവിഭജനം കുറെ കൂടി വ്യക്തവും കൃത്യവുമായി. വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നുവെങ്കിലും ജനങ്ങൾ വലിയ തടസ്സങ്ങളില്ലാതെ കിഴക്ക് പടിഞ്ഞാറ് ജർമ്മനികളിലേക്ക് യാത്ര ചെയ്തിരുന്നു. പലർക്കും 2 ജർമ്മനികളിലായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങളിലും അവർ ഒരുമിച്ച് പങ്കുചേർന്നു. എന്നാൽ അമേരിക്കയുടെ നിർലോഭമായ പിന്തുണ പാശ്ചാത്യ ജർമ്മനിയിൽ വൻ സാമ്പത്തിക വളർച്ച കൊണ്ടുവന്നു. അതോടെ പൂർവ്വ ജർമ്മനിയിൽ നിന്നും യുവാക്കളും വിദ്യാസമ്പന്നരും തൊഴിൽ വൈദഗ്ധ്യമുള്ളവരും പാശ്ചാത്യ ജർമ്മനിയിലേക്ക് കുടിയേറാൻ തുടങ്ങി. അത്തരമൊരു കടന്നുവരവിന് വെസ്റ്റേൺ ജർമ്മനി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരുന്നതോടെ പൗരസ്ത്യർക്ക് പാശ്ചാത്യ ദേശം പർദൂസയായി മാറി. പൂർവ്വ ജർമ്മനിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ദിവസം 1000 പേർ എന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നതോടെ 1952 അതിർത്തികളിൽ കമ്പിവേലി കെട്ടാൻ ഈസ്റ്റ് ജർമ്മനി തീരുമാനിച്ചു. ബെർലിൻ അപ്പോഴും സമ്പൂർണമായി തുറന്നു തന്നെ കിടന്നു. 1955 രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്രകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നിട്ടും ഒഴുക്ക് തടയാനായില്ല. 1947 മുതൽ 1961 വരെയുള്ള പലായനത്തിന്റെ കണക്ക് ഏകദേശം 30 ലക്ഷത്തിന് അടുത്താണെന്ന് തിരിച്ചറിഞ്ഞ ജർമ്മനിയിലെയും റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് അധികാരികൾ ശരിക്കും ഞെട്ടി. ഇത് ഈസ്റ്റ് ജർമ്മനിയിലെ ജനസംഖ്യയുടെ 20% വരുമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന വാൾട്ടർ ഉൽബ്രിക്റ്റിന്റെ ജർമ്മനികൾക്കിടയിൽ ഒരു മതിൽ എന്ന ആശയത്തിന് കല്ലുപാകാൻ സോവിയറ്റ് നേതാവായ നികിത ക്രൂഷ്ചേവ് അനുമതി നൽകിയത്. 1961 ഓഗസ്റ്റ് 13 സ്വസ്ഥമായി കിടന്നുറങ്ങിയ കിഴക്കൻ ജർമ്മൻ ജനത തൊട്ടടുത്ത പ്രഭാതത്തിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടത് തങ്ങളുടെ റോഡുകളെ, മാർക്കറ്റുകളെ, ഉല്ലാസ കേന്ദ്രങ്ങളെ, മുറ്റങ്ങളെ പോലും 2ആയി പകുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു മതിൽക്കെട്ടാണ്. പലരുടെയും അയൽക്കാരും സുഹൃത്തുക്കളുമൊക്കെ മതിലിന് അപ്പുറമായി. ഒറ്റ രാത്രി കൊണ്ട് പലരും തൊഴിൽ രഹിതരായി. താൽക്കാലികമായി യാത്രകൾ പോയവർ അതാത് ജർമ്മനികളിൽ തടവിലാക്കപ്പെട്ടവരെ പോലെയായി. 2015 പുറത്തിറങ്ങിയ ബ്രിഡ്ജ് ഓഫ് സ്പൈസ് എന്ന ഹോളിവുഡ് ചിത്രത്തിൽ നോക്കി നിൽക്കെ പണിതുയർത്തപ്പെടുന്ന മതിലിന് ഇരുവശങ്ങളിലും പെട്ടുപോകുന്ന മനുഷ്യരുടെ നിസ്സഹായത കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. വെസ്റ്റ് ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തെ തടയുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും ഫാസിസത്തിന്റെ കടന്നുവരവിനെതിരെയുള്ള പ്രതിരോധ കോട്ട എന്നാണ് ബെർലിൻ മതിലിനെ കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിച്ചത്. 2 ജർമ്മനികൾക്കിടയിലെ മതിൽ എന്നാണ് വിശേഷണമെങ്കിലും ബെർലിൻ മതിൽ പണിയപ്പെട്ടത് ഈസ്റ്റ് ജർമ്മനിയുടെ ടെറിട്ടറിയിലാണ്. ആദ്യം ഒരു മതിൽ, പിന്നീട് 100 മീറ്റർ അകത്തേക്ക് മാറി മറ്റൊരു സമാന്തര മതിൽ. 3.6 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച മതിലിന് 160 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു. കർശന വ്യവസ്ഥകളുടെ മാത്രം പ്രവേശനം അനുവദിക്കുന്ന ഏതാനും സൈനിക ചെക്ക് പോസ്റ്റുകൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. കാര്യങ്ങളെ നിരീക്ഷിക്കാനായി വലിയ ഫ്ലഡ് ലൈറ്റുകളോട് കൂടിയ 302 വാച്ച് ടവറുകളും സ്ഥാപിക്കപ്പെട്ടിരുന്നു. മതിലിനോട് ചേർന്ന് വരുന്ന കെട്ടിടങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറക്കുന്ന ജനലുകളും വാതിലുകളും സിമന്റ് ബ്ലോക്കുകളാൽ അന്ന് മറച്ചു കിട്ടുകയുണ്ടായി. അത്തരമൊരു വീടിന്റെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മില്യൺ കണക്കിന് ജർമ്മൻ മാർക്സ് ചെലവിട്ടാണ് മതിൽ പണിതതെങ്കിൽ ബില്യൺ കണക്കിന് മാർക്സ് അതിലെ മെയിൻ്റനൻസിനും സർവൈലൻസിനും വേണ്ടി ചെലവിട്ടു എന്നാണ് പിന്നീടുള്ള കണക്കുകൾ നമ്മോട് പറയുന്നത്. 2 മതിലുകൾക്കിടയിലെ 100 മീറ്റർ പ്രദേശം പിന്നീട് ഡെത്ത് സ്ട്രിപ്പ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിക്കുകയുണ്ടായി. ആരെങ്കിലും ഒരു വശത്തെ മതിൽ ചാടിക്കടന്നാലും ഇടയ്ക്കുള്ള ഭൂഭാഗത്തെ മറികടക്കാതിരിക്കാൻ കിടങ്ങുകളും കമ്പിവേലികളും തീർത്തിരുന്നു. വെടിവച്ചിടാനായി പട്ടാളക്കാരും കടിച്ചു കയറാൻ വേട്ടപ്പട്ടികളും സജ്ജരായിരുന്നു. ജീവൻ അപകടത്തിലാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും മനുഷ്യരുടെ സ്വാതന്ത്ര്യമോഹങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ട രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ എണ്ണം 100,000-നും മീതെയായിരുന്നു. അതിൽ
5000 പേർ മാത്രമാണ് വിജയിച്ചത്. ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചും വാഹനങ്ങളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കിയും ഹോട്ട് എയർ ബലൂണുകളിൽ സഞ്ചരിച്ചും നദിയുടെ ഭാഗങ്ങളിൽ അതിവേഗ സ്കീയിങ് നടത്തിയും രാത്രിയുടെ മറവിൽ കഴുക്കോൽ കുത്തി ചാടിയുമൊക്കെയാണ് മനുഷ്യർ വിജയിച്ചതും പരാജയപ്പെട്ടതും. 140 പേരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രക്തസാക്ഷികളായത്. അതിൽ 100 പേർ പട്ടാളത്തിന്റെ വെടിയേറ്റ് തന്നെയാണ് മരിച്ചു വീണത്. ജീവൻ നഷ്ടമായവയിൽ ആദ്യ വ്യക്തി ഇഡ സീഗ്മാൻ ആയിരുന്നു. തന്റെ വീടിന്റെ മുകളിൽ നിന്നും ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ താഴെ വീണ് പരിക്ക് പറ്റിയാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത്. മരിച്ചവരിൽ 27ാമനായി എണ്ണപ്പെടുന്ന പീറ്റർ ഫെക്ടറിന്റെ മരണമായിരുന്നു ഏറ്റവും ദയനീയം. ലോകം അത് നേരിട്ട് കാണുകയും ചെയ്തു. ഹെൽമുട്ട് കുൽബേഗ് എന്ന തന്റെ കൂട്ടുകാരനോടൊപ്പം 1962 ഓഗസ്റ്റ് 17 ഉച്ചയ്ക്കാണ് പീറ്റർ മതിൽ ചാടിക്കടന്ന് ഡെത്ത് സ്ട്രിപ്പ് എന്ന ഭാഗത്തെത്തിയത്. ഹെൽമുട്ടിന് മറുഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടായിരുന്നു. പീറ്റർ ആകട്ടെ ഉദരഭാഗത്ത് വെടിയേറ്റ് വീണു. ഉച്ചയ്ക്ക് 2:15 പീറ്റർ വീണത്. മതിലിന് ഉയരം കുറഞ്ഞ ഒരു ഭാഗമായിരുന്നതിനാൽ ഈസ്റ്റ് ജർമ്മനിയിലെയും വെസ്റ്റ് ജർമ്മനിയിലെയും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും നിസ്സഹായരായിരുന്നു. ഇതിനിടയിൽ ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ ഒരു കെട്ട് ബാൻഡേജ് പീറ്ററിന് എറിഞ്ഞു കൊടുക്കുകയുണ്ടായി. ഓടിയെത്തിയ മാധ്യമ പ്രവർത്തകർ ഇതെല്ലാം ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. എന്നിട്ടും 1 മണിക്കൂർ നേരം മരണത്തോട് മല്ലിട്ട് ലോകം നോക്കി നിൽക്കെ മതിലുകളില്ലാത്ത ഒരു ലോകത്തേക്ക് പീറ്റർ തന്റെ 18ാം വയസ്സിൽ യാത്രയായി. നിരവധി പ്രക്ഷോഭങ്ങൾ മതിലിനെതിരെ ജർമ്മനിയിലും റഷ്യയിലും സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. കരളലിയിപ്പിക്കുന്നതും കല്ലിൽ കൊത്തിവെക്കേണ്ടതുമായ നിരവധി കാര്യങ്ങൾ ബെർലിൻ മതിലിന് ഇരുപുറവുമായി അരങ്ങേറുകയുമുണ്ടായി. അമേരിക്കൻ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും പ്രധാന ചെക്ക് പോസ്റ്റായ ചാർലി ചെക്ക് പോയിന്റ് വഴിയുള്ള പ്രവേശനം തടസ്സപ്പെടുത്തിയപ്പോഴാണ് ഏറ്റവും ആദ്യം സൂചിപ്പിച്ച 16 മണിക്കൂർ നീണ്ട സ്റ്റാൻഡ് ഓഫ് സംഭവിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി 1963 ജൂണിൽ ബെർലിനിൽ വന്ന് ഞാനും ഒരു ബെർലിൻകാരനാണെന്ന് പ്രസംഗിച്ചത് ആ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ വലിയ പ്രഖ്യാപനമായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ കുറെ കൂടി മിഴിവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റൊണാൾഡ് റീഗന്റെ വാക്കുകളാണ്. ആന്തരിക സംഘർഷങ്ങളാലും സാമ്പത്തിക പരാധീനതകളാലും സോവിയറ്റ് റഷ്യയുടെ പ്രഭാവം മങ്ങിത്തുടങ്ങിയ കാലത്ത് 1987 ജൂൺ 12 റീഗൻ ബെർലിൻ മതിലിൻ അരികിൽ എത്തിയത്. അന്നത്തെ റഷ്യൻ പ്രസിഡന്റായ മിഖായേൽ ഗോർബച്ചേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു: മിസ്റ്റർ ഗോർബച്ചേവ്, നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സോവിയറ്റിന്റെയും യൂറോപ്പിന്റെയും സമൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കവാടത്തിലേക്ക് വരിക, ഈ വാതിൽ തുറക്കുക, ഈ മതിൽ തകർത്തെറിയുക. ഈ ആഹ്വാനത്തിന്റെ 2ാം വർഷത്തിൽ ബെർലിൻ മതിലും 4ാം വർഷത്തിൽ സോവിയറ്റ് യൂണിയനും നിലംപൊത്തി. ഒരർത്ഥത്തിൽ അമേരിക്ക ലോകത്തിലെ ഒരൊറ്റ സൂപ്പർ പവറായി മാറിയതിന്റെ ചരിത്രാരംഭം കൂടിയാണ് ബെർലിൻ മതിലിന്റെ ചരിത്രം. നീണ്ട 28 വർഷങ്ങൾ ഇരുമ്പ് കോട്ട പോലെ നിലനിന്ന ബെർലിൻ മതിൽ നിലം പരിസാകാൻ കാരണം ചെറിയ ഒരു നാക്കുപിഴയായിരുന്നു എന്നതാണ് സത്യം. 1989 നവംബർ 4 പൗരസ്ത്യ ജർമ്മനിയിൽ ഭരണകൂടത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുകയുണ്ടായി. മനുഷ്യാവകാശ നിഷേധങ്ങളുടെ പേരിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദവും ഏറി വരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നവംബർ 9 ഒരു മന്ത്രിസഭാ യോഗം കൂടുകയുണ്ടായി. ഇതിന്റെ തീരുമാനങ്ങൾ അറിയിക്കാൻ അന്ന് വൈകിട്ട് ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കപ്പെട്ടു. റേഡിയോയിലും ടെലിവിഷനിലും ഇത് ലൈവായി സംപ്രേഷണം ചെയ്യാൻ തീരുമാനമുണ്ടായി. എന്നാൽ തീരുമാനങ്ങളുടെ ഡോക്യുമെന്റ്സ് ഔദ്യോഗിക വക്താവായ ഗുന്തർ ഷബോസ്കിക്ക് ലഭിക്കുന്നത് വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് മാത്രമാണ്. മുൻകൂർ അനുമതിയില്ലാതെ പൗരർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുമെന്നും അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും എന്നൊരു ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിരുന്നു. പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഷബോസ്കി അത് അറിയിച്ചപ്പോൾ
ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. തത്സമയ സംപ്രേഷണം ആയതിനാൽ ഈ വാർത്ത കേട്ട ഉടനെ അസ്വാതന്ത്ര്യത്താൽ ശ്വാസം മുട്ടിയിരുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ബെർലിൻ മതിലിലെ ചെക്ക് പോസ്റ്റുകളിലേക്ക് കുതിച്ചെത്തി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കുഴഞ്ഞ സൈനികർ ഒടുവിൽ ബോൺ ഹോൾമോർ സ്ട്രീറ്റിലെ ചെക്ക് പോസ്റ്റ് ആദ്യം തുറന്നുകൊടുത്തു. അതിർത്തി കടന്നെത്തിയ പൗരസ്ഥരെ പാശ്ചാത്യ ജർമ്മൻകാർ ഷാമ്പെയിനും പൂക്കളും നൽകിയാണ് സ്വീകരിച്ചത്. പിന്നീട് അവർ ഒരുമയോടും ഹർഷാരവങ്ങളോടും കൂടെ കയ്യിൽ കിട്ടിയ ചുറ്റുകളും പിക്കാസുകളുമായി വന്ന് ബെർലിൻ മതിൽ അടിച്ച് തകർക്കാൻ തുടങ്ങി. പൊളിച്ചെടുത്ത അവശിഷ്ടങ്ങൾ പലരും സ്മാരകമായി വീടുകളിലേക്ക് കൊണ്ടുപോയി. ചിലർ പിന്നീടത് ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച് പൈസയും സമ്പാദിച്ചു. 1990 കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തുടച്ചു നീക്കി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നയിക്കുന്ന സഖ്യകക്ഷി ഗവൺമെന്റ് ഈസ്റ്റ് ജർമ്മനിയിൽ അധികാരമേറ്റു. ജർമ്മനികളെ ഏകീകരിക്കുന്നതിനുള്ള ചർച്ചകൾ അങ്ങനെ സജീവമായി. തുടർന്ന് 1990 ഒക്ടോബർ 3 പൂർവ്വ ജർമ്മനി പാശ്ചാത്യ ജർമ്മനിയിൽ ലയിച്ചു ചേർന്നു. 94 ബെർലിൻ മതിലിന്റെ ഔദ്യോഗിക പൊളിക്കൽ പൂർത്തിയാവുകയും ചെയ്തു. മതിൽ നാമാവശേഷമായെങ്കിലും അതിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ജർമ്മനിയിൽ പലയിടങ്ങളിലും ലഭ്യമാണ്. മതിലിന്റെ 1.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഭാഗം ബെർലിനിൽ ഈസ്റ്റ് സൈഡ് ഗാലറി എന്ന പേരിൽ ഒരു ഔദ്യോഗിക സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. 21 രാജ്യങ്ങളിൽ നിന്നുള്ള 118 കലാകാരന്മാർ വരച്ച ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമാധാനം, പ്രത്യാശ എന്നീ ആശയങ്ങളടങ്ങുന്ന ഗ്രാഫിറ്റികളാൽ അത് നിറഞ്ഞു നിൽക്കുന്നു. തൃശൂർകാരനായ ജോളി കുഞ്ഞാപ്പ് വരച്ച ഡാൻസിംഗ് ടു ഫ്രീഡം, അദ്ദേഹത്തിന്റെ ഭാര്യയായ സൂസൻ കുഞ്ഞാപ്പ് വരച്ച കരിക്കുലം വിറ്റെ എന്നീ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ കയ്യൊപ്പും അതിൽ പതിനിട്ടുണ്ട്. ഗ്രാഫിറ്റികളിൽ ഏറ്റവും പ്രശസ്തമായത് ഫ്രറ്റേണൽ കിസ് എന്നറിയപ്പെടുന്ന ഈ ചിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് പരസ്പരം കാണുമ്പോൾ ഐക്യദാർഢ്യത്തിന്റെ അടയാളമായി ചുണ്ടോട് ചേർത്ത് ചുംബിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. സോവിയറ്റ് നേതാവായ ലിയോണിദ് ബ്രഷ്നവും കിഴക്കൻ ജർമ്മനിയിലെ നേതാവായ എറിക് ഹൊണേക്കറും ഒക്ടോബർ 7 സമ്മാനിച്ച ചുംബനത്തിന്റെ അടിസ്ഥാനത്തിൽ റഷ്യൻ ആർട്ടിസ്റ്റായ ദിമിത്രി വുർബൻ വരച്ച ഈ ചിത്രത്തിന്റെ അടിക്കുറിപ്പ് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. മൈ ഗോഡ്, ഹെൽപ് മീ ടു സർവൈവ് ദിസ് ഡെഡ്ലി ലവ്. ദൈവനാമത്തിലുള്ള ഒരു ഓർമ്മ കൂടി പങ്കുവെച്ച് നമുക്ക് പിരിയാം. ബെർലിൻ മതിലിനോട് ചേർന്ന് നിലനിന്നിരുന്നതും ആളുകളെ വെടിവെച്ചിടാൻ ഉതകുന്ന ഒരു ഉയർന്ന പോയിന്റായി പട്ടാളം ഉപയോഗിച്ചിരുന്നതും 2000 ആണ്ടിൽ പുതുക്കി പണിതതുമായ ഒരു ദേവാലയമാണ് ചാപ്പൽ ഓഫ് റീകൺസിലിയേഷൻ. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 ബെർലിൻ മതിലിന്റെ ചരിത്രത്തിൽ മരിച്ചു വീണവരെ ഓർമ്മിക്കാനായി ഇവിടെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ട്. ദിവസവും ഒരു രക്തസാക്ഷിയുടെ ജീവിതവും അതിനോടനുബന്ധിച്ച് വായിക്കാറുമുണ്ട്. തകർത്തെറിഞ്ഞ ഒരു മതിലിന്റെ ഓർമ്മ ഇന്നും നിലനിർത്തുന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഏതൊരു വിഭജന പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മേലെയായി മാനവികതയും സാഹോദര്യവും എന്നും ഉയർന്നു തന്നെ നിൽക്കണം. ഓർമ്മകളിൽ ഒരു ഇടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ